പുതിയ വനനിയമ ഭേദഗതിയുടെ ഭാഗമായി ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല. അത് LDFൻ്റെ പൊതു നിലപാടുകൾക്ക് വിരുദ്ധമാണ്. അത് കർഷക വിരുദ്ധമാണ്. അത് ജനസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഈ പുതിയ കരട് വന്നിരിക്കുന്നത് നിയമസഭയിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു ബില്ലിൻ്റെ കരട് ആണ് വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് നിയമസഭയിൽ അവതരിപ്പിക്കണം, അതിനുശേഷം സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടണം, അതിനുശേഷം നിയമമായി വരേണ്ട നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന വ്യവസ്ഥകൾ അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അമിത അധികാരം വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്ന നിയമനിർമ്മാണത്തെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ വന നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത് വനത്തിനുള്ളിലാണ്. വനത്തിന് വെളിയിലേക്കുള്ള ഒരു വന നിയമങ്ങളെയും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ജനങ്ങളെ ദ്രോഹിക്കുവാൻ വേണ്ടി വനത്തിന് വെളിയിലേക്ക് ഇറങ്ങി അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അത് പുഴയിൽ മീൻ പിടിക്കുന്നതാകട്ടെ, അത് മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള പുറത്ത് നടപ്പാക്കുന്ന നിയമങ്ങളാകട്ടെ, വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ആരെയും കസ്റ്റഡിയിലെടുക്കാനുള്ള അധികാരം നൽകുന്നതാകട്ടെ, അതിനെ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. വന നിയമം നടപ്പിലാക്കേണ്ടത് അത് വനത്തിനുള്ളിലാണ്. വനത്തിന് പുറത്തേക്ക് ഇറങ്ങി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിയമത്തെയും അംഗീകരിക്കാൻ കഴിയില്ല. അത് LDF അംഗീകരിക്കില്ല. ഈ നിയമത്തിൻ്റെ കരട് പ്രസിദ്ധീകരിച്ചു. വനം വകുപ്പ് ചില ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യത്തിൻ്റെ പേരിൽ കരടൊക്കെ പ്രസിദ്ധീകരിച്ചു കാണും. പക്ഷേ ഈ നിയമം നിയമസഭയിൽ തന്നെ വരാൻ പോകുന്നില്ല എന്നാണ് നമുക്കതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അത് നിയമസഭയിൽ വരുന്നതിനോ അതുപോലെ തന്നെ ഇവർ ഇപ്പോൾ കരട് പുറപ്പെടുവിച്ചിരിക്കുന്ന രീതിയിൽ യാതൊരു തലത്തിലും ആ നിയമനിർമ്മാണമാക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. അതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളുണ്ടാകും. അതിനെ യാതൊരു രീതിയിലും അംഗീകരിക്കത്തില്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന യാതൊരു നിയമനിർമ്മാണത്തെയും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ശക്തമായി പ്രതിഷേധിക്കും. വനം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, ജില്ലയിൽ നിന്നുള്ള മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. LDF ഒറ്റക്കെട്ടായി ഈ കാര്യത്തെ എതിർക്കും. കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അമിത അധികാരം നൽകുന്ന അതെന്തുമാകട്ടെ, നിലവിൽ ഉള്ള അധികാരങ്ങളിൽ കുറവ് വരുത്തുകയല്ലാതെ അതിനേക്കാൾ കൂടുതൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം നൽകുന്ന യാതൊരു നിയമനിർമ്മാണത്തെയും അംഗീകരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. യാതൊരു തരത്തിലും അംഗീകരിക്കപ്പെടുന്ന നിയമമല്ലിത്. അതിനെ എന്ത് വില കൊടുത്തും എതിർക്കും. LDF അത് നിയമസഭയിൽ വരുവാൻ ഉള്ള അവസരം കൊടുക്കില്ല എന്ന് തന്നെയാണ് LDFൻ്റെ ഒരു അഭിപ്രായം.